പാലക്കാട്ടേക്ക്. ശേഖരിപുരത്ത് കാനയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. ലോട്ടറി വിൽപ്പനക്കാരനായ കറുകോടി സ്വദേശി രാജേഷാണ് മരിച്ചത്. കാനയിലേക്ക് തലയടിച്ചു വീണതാകാമെന്നാണ് നിഗമനം. ചെന്നൈയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, സോറി തെറ്റിയതാണ്, ചെന്നൈ പോയിട്ടില്ല നിഖില്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഞാൻ വിചാരിച്ചു നിഖിൽ എപ്പോഴാണ് ചെന്നൈയിലോട്ട് പോയത്? പാലക്കാട് തന്നെ ഉണ്ടല്ലോ, സന്തോഷം, പറയൂ. ഞാനും കരുതി ഇങ്ങനെ ചെന്നൈയിലെത്തിയെന്ന്. സ്കേൻ അല്പസമയം മുൻപാണ് ഇവിടെ ഈ ശേഖരിപുരത്ത് കൽപ്പാത്തിയിലേക്ക് പോകുന്ന പാതയിലാണ് ഇങ്ങനെ കാനയ്ക്ക് സമീപത്ത് മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ പ്രദേശവാസികൾ പാലക്കാട് നോർത്ത് പോലീസിന് വിവരം അറിയിച്ചു. ഇവിടെയാണ്, അതായത് അല്പം താഴ്ചയുള്ള ഒരു കാനയാണ്, ഇവിടെയാണ് മൃതദേഹം കിടന്നിരുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോയത്. കറുകോടി സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇദ്ദേഹം ഒരുപക്ഷെ രാത്രിയിൽ എങ്ങാനും ഇവിടെ ഇരുന്ന സമയത്ത് അബദ്ധത്തിൽ ഈ താഴേക്ക് വീണപ്പോൾ തലയടിച്ച് വീണ് അവിടെ ചോര ഒരുപാട് നഷ്ടമായി അവിടെ വെച്ച് മരിക്കുകയായിരിക്കും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കരുതുന്നത്. മറ്റു ദുരൂഹത എന്തെങ്കിലും ഉള്ളതായിട്ടുള്ള വിവരം നിലവിൽ ലഭ്യമല്ല. പാലക്കാട് നോർത്ത് പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. രാത്രിയിൽ സാധാരണ ഈ ഭാഗത്ത് ആളുകളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. അങ്ങനെയായിരിക്കും ഈ അപകടം സംഭവിച്ചത്. ഒരുപക്ഷെ ഇവിടെ ഇരുന്ന സമയത്ത് അബദ്ധത്തിൽ താഴേക്ക് വീണതായിരിക്കാം. അതിനിടെ തല ഈ ഭിത്തിയിലിടിച്ച് തല പൊട്ടി ചോര വന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. കറുകോടി സ്വദേശിയാണ് ലോട്ടറി വിൽപ്പനക്കാരനായിട്ടുള്ള രാജേഷ്. അദ്ദേഹം ഈ ഭാഗത്ത് തന്നെയാണ്, ഇപ്പോൾ ഈ കൽപ്പാത്തിയിലേക്ക് പോകുന്ന ഈ ഭാഗത്ത് ശേഖരിപുരത്താണ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. രാത്രിയിൽ കച്ചവടം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുള്ളതായി പ്രാഥമികമായി പോലീസ് കരുതിയിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, താങ്ക് യു നിഖിൽ.